ഫുട്ബോൾ എന്നാൽ യൂറോപ്പ് മാത്രമാണെന്നും അതിനു പുറത്ത് ഒന്നും ഇല്ലെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ആ ധാരണ പൂർണ്ണമായും തെറ്റാണ്. ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ മത്സരശേഷം സ്പാനിഷ് ക്ലബ്ബ് റയൽ മഡ്രിഡിന്റെ പരിശീലകൻ സാബി അലോൻസോ പറഞ്ഞു. അലോൻസോയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവച്ച്, ക്ലബ്ബ് ലോകകപ്പിൽ യൂറോപ്യൻ ടീമുകളെ വെള്ളം കുടിപ്പിക്കുകയാണ് മറ്റു വൻകരകളിലെ ക്ലബ്ബുകൾ. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഗോളിൽ യുഎസ് മേജർ ലീഗ് സോക്കർ ക്ലബ്ബ് ഇന്റർ മയാമി 2-1 പോർച്ചുഗൽ ക്ലബ്ബ് പോർട്ടോയെ തോൽപ്പിച്ചപ്പോൾ ബ്രസീൽ ക്ലബ്ബ് ബോട്ടഫോഗോ 1-0 ഫ്രഞ്ച് ക്ലബ്ബ് പിഎസ്ജിയെ ഞെട്ടിച്ചു. മാരിവില്ലഴകുള്ളൊരു മെസ്സി ഗോൾ എത്ര കണ്ടാലും ഫുട്ബോൾ ആരാധകർക്കു മതിവരാത്ത ആ വർണ്ണക്കാഴ്ചയ്ക്ക് ഇന്നലെ ക്ലബ്ബ് ലോകകപ്പും സാക്ഷിയായി. കളിച്ചും കളിപ്പിച്ചും മെസ്സി കളം നിറഞ്ഞ മത്സരത്തിൽ ഒരു ഗോളിനു പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ മടക്കി മയാമി ജയം പിടിച്ചെടുത്തത്. 8-ാം മിനിറ്റിൽ ലഭിച്ച പെനൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച സാമു ഒമറോഡിയൻ പോർട്ടോയ്ക്ക് തുടക്കത്തിൽ തന്നെ ലീഡ് സമ്മാനിച്ചതോടെ മത്സരം പോർച്ചുഗീസ് ക്ലബ്ബ് അനായാസം സ്വന്തമാക്കുമെന്നു തോന്നിച്ചു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ടെലാസ്കോ സെവോവിയ മയാമിയുടെ സമനില ഗോൾ നേടി. 7 മിനിറ്റിനു ശേഷമായിരുന്നു മയാമിക്കു ലീഡ് നേടിക്കൊടുത്ത മെസ്സി സ്പെഷ്യൽ ഗോൾ. ബോക്സിനു തൊട്ടുപുറത്തുനിന്നു ലഭിച്ച ഫ്രീകിക്ക് എടുക്കാൻ മെസ്സി ഒരുങ്ങുമ്പോൾ തന്നെ ഗാലറിയിൽ ആരവങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു. ആ ആരവങ്ങളെയും ആരാധകരെയും സാക്ഷിയാക്കി മെസ്സിയുടെ ഇടങ്കാൽ കിക്ക് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ചാഞ്ഞിറങ്ങി. മയാമി 2, പോർട്ടോ 1 ജയത്തോടെ ഒരു യൂറോപ്യൻ ക്ലബ്ബിനെ തോൽപ്പിക്കുന്ന ആദ്യ MLS ക്ലബ്ബ് എന്ന റെക്കോർഡും മയാമി സ്വന്തമാക്കി.